ഒരു മനുഷ്യജന്മത്തിൻ്റെ ആയുസ് വിധാതാവ് പരിമിതപ്പെടുത്തുമ്പോൾ ഒട്ടുമിക്ക ജന്മങ്ങൾക്കും തൻ്റെ കർമ്മചിന്തകൾക്ക് പൂർണ്ണമായ സഫലത കൈവരിക്കാതെ മടങ്ങുവാനാകും കാലകൽപ്പന എന്നത് സർവ്വസാധാരണമാണ്. ജഗദ്ഗുരു ആദിശങ്കരനും സ്വാമി വിവേകാനന്ദനും പോലെ ഈശ്വരീയ ചൈതന്യവലയത്തോട് ചേർന്ന് നിന്ന് ജീവിച്ച മഹാത്മാക്കളും ചെറിയൊരു ജീവിതകാലയളവിനുള്ളിലാണ് അവരുടെ ജന്മദൗത്യം പൂർത്തിയാക്കി മടങ്ങിയത്. കാലത്തിൻ്റെ പിൻവിളിക്ക് പ്രകാരഭേദമില്ല. ഈ ഭൂമിയിൽ ജീവിച്ചു മടങ്ങുന്നവരെല്ലാം തന്നെ തൻ്റെ ജീവിതയാത്രാ വഴിയിൽ ചെയ്തു തീർക്കേണ്ടതിനെക്കുറിച്ച് ഒരുപാട് ചിന്തകളും സങ്കല്പങ്ങളും സ്വപ്നങ്ങളും മനസ്സിൽ കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെയാവും കാലത്തിൻ്റെ പിൻവിളി വരിക. നമ്മളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ബാക്കിയാക്കി കാലത്തിൻ്റെ വിളിയിൽ മടങ്ങേ മതിയാകൂ. അങ്ങനെ താൻ ജീവിക്കുന്ന സമൂഹത്തിൽ തനിക്ക് ചുറ്റുമുള്ളവരുടെ ദുരിത ജീവിതങ്ങൾക്ക് ഒരഭയസ്ഥാനമായി സേവനമുഖത്ത് നിൽക്കുമ്പോഴാണ് ഡോക്ടർ മംഗളം സ്വാമിനാഥൻ എന്ന സമാജസേവികയ്ക്കും കാലയവനികയ്ക്കുള്ളിലേക്ക് മറയേണ്ടി വന്നത്. ഡോക്ടർ മംഗളം സ്വാമിനാഥൻ അകാലത്തിൽ പൊലിയുമ്പോൾ അവർ ബാക്കിയാക്കിയ സ്വപ്നങ്ങൾക്ക് സാഫല്യം തേടുകയാണ് ഡോക്ടർ മംഗളം സ്വാമിനാഥൻ ഫൗണ്ടേഷൻ. ദേശീയ സാമൂഹിക സേവന സപര്യയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരിടം കണ്ടെത്തിയ മംഗളം സ്വാമിനാഥൻ ഫൗണ്ടേഷൻ അതിൻ്റെ 5ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ്. ഒരു തമിഴ്നാടൻ ഗ്രാമത്തിൽ ജനിച്ച് ഇന്ദ്രപ്രസ്ഥം തൻ്റെ കർമ്മകേന്ദ്രമാക്കി തലസ്ഥാന നഗരിയിലെ വ്യത്യസ്ത തുറകളിലെ വലിയൊരു വിഭാഗത്തിൻ്റെ ആദരവ് നേടിയ ഡോക്ടർ മംഗളം സ്വാമിനാഥൻ സഹജീവികളെ ചേർത്ത് പിടിക്കാൻ എന്നും ശ്രദ്ധ വച്ചിരുന്നു. രാജ്യ തലസ്ഥാനത്ത് മാധ്യമപ്രവർത്തകയെന്ന നിലയിലും കലാ-സാംസ്കാരിക പ്രവർത്തകയെന്ന നിലയിലും സന്നദ്ധ സേവന രംഗത്തും ഡോക്ടർ മംഗളം സ്വാമിനാഥൻ്റെ സാന്നിധ്യം ഒരുപാട് പേർക്ക് ഒരു തണലായി ഭവിച്ചു. ദില്ലിയിലെ ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെൻറ്ററിൽ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന നിലയിൽ കലാ-സാംസ്കാരിക രംഗത്ത് ഒട്ടേറെ നവീന ആശയങ്ങളുമായി പരിപാടികൾ സംഘടിപ്പിച്ചു. തൻ്റെ ജീവിത പങ്കാളിയും രാജ്യത്തെ പ്രമുഖ മാധ്യമപ്രവർത്തകനുമായ ഡോക്ടർ ആർ ബാലശങ്കറിൻ്റെ സാമൂഹിക ബന്ധങ്ങൾ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഡോക്ടർ മംഗളം സ്വാമിനാഥനെ കൂടുതൽ കരുത്തു നൽകി.
സാംസ്കാരിക രംഗത്തെ തൻ്റെ പ്രവർത്തനത്തിനിടയിൽ തന്നെ സഹജീവികളോട് കാരുണ്യവുമായി അവർ ദില്ലിയിലെ ചേരി ജീവിതങ്ങൾക്ക് തുണയായി വർത്തിച്ചു. നിർധനരായ ഒട്ടേറെ യുവതികൾക്ക് ഡോക്ടർ മംഗളം സ്വാമിനാഥൻ്റെ സഹായഹസ്തം ആശ്വാസമായി. പലരെയും സ്വയം തൊഴിലിന് പ്രാപ്തരാക്കി. തയ്യൽ മെഷീൻ പോലെയുള്ള ജീവിതോപാധികൾ വാങ്ങി നൽകി സ്വന്തം കാലിൽ നിൽക്കാൻ പാവപ്പെട്ട സ്ത്രീകളെ പ്രാപ്തരാക്കി മാനവസേവയിൽ തൻ്റെ ജീവിതത്തിന് ഡോക്ടർ മംഗളം സ്വാമിനാഥൻ അർത്ഥം കണ്ടെത്തി. ദില്ലി സാകേതിൽ മാക്സ് ആശുപത്രി അധികൃതരുടെ അനാസ്ഥയിൽ അകാലത്തിൽ ഡോക്ടർ മംഗളം സ്വാമിനാഥൻ്റെ ജീവിതം പൊലിയും വരെ ദില്ലിയിലെ സാംസ്കാരിക വേദിയിൽ നിറസാന്നിധ്യമായിരുന്ന ആ മഹതിയുടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ തുടർച്ചയുമായി ഡോക്ടർ മംഗളം സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ഒട്ടേറെ ബൃഹത്തായ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. She wanted to do a lot of work. She used to tell me that once I am 52, 53, because in the month of November she wanted to take a long leave and devote her work for social activities and also to do research work. She had plans to do a lot of research work in the sense she was working on a biography of Dr. Homi Bhabha. She thought that there is not a good biography of the founder of Indian nuclear science, and she was working on that. She had interviewed almost 18 scientists of the country, the top scientists, for this purpose, and half of the work was done. She also wanted to have a good book in the lines of Sister Nivedita's famous Cradle Tales of Hinduism. She wanted to write a book on the Cradle Tales of South India. She was working on that also. Then she wanted to do some social work. She wanted to help the young people and get children in slums, go to schools, and that kind of she wanted to do some human service. So when I started this foundation, in fact, this was a completion of her dream, because she thought that, Bala, once Sarthak, my son, he is fine and he is settled, we will put all our energy, all our savings on some social activities, because we did not inherit them from our parents. The same way, Sarthak will be on his own feet, but all our savings will go to social activities. This foundation, in fact, is my survival instinct. Starting it with the national awards for excellence, because Mangala was very keen and particular about developing societies, social activities, research work, good journalism, and also she was very passionate about science reporting. We have great blessings. We have a lot of people working for us, and a lot of people have taken interest, and a lot of people have said that they want to work with Dr. Mangalam Swaminathan Foundation. We think with the passage of time, we will be able to do great work and make a name for itself and keep the memory and also the work and the passion of Mangala alive. And we also think that this foundation, the award that we are giving today, will remain as one of the most sought after and most respected. And in the country there are not many awards of this nature, and I think one day it will become a benchmark for excellence in the nation. Thank you very much. ഡോക്ടർ മംഗളം സ്വാമിനാഥനും ഡോക്ടർ ആർ ബാലശങ്കറിനും പിതൃതുല്യനായ ഡോക്ടർ മുരളി മനോഹർ ജോഷി മുഖ്യ രക്ഷാധികാരിയായും ഡോക്ടർ ആർ ബാലശങ്കർ ചെയർമാനായും മാനേജിംഗ് ട്രസ്റ്റിയുമായ ഡോക്ടർ മംഗളം സ്വാമിനാഥൻ ഫൗണ്ടേഷനിൽ ഭാരതത്തിലും വിദേശത്തുമുള്ള
പ്രമുഖ വ്യക്തിത്വങ്ങളുടെ കൂട്ടായ്മയുണ്ട്. जो मुक्त कंठ से अपनी पत्नी के गुणों का, उसके कार्यों का और उसकी उपलब्धियों का अभिमान रखते हो. ये एक बहुत ही ऐसा चमत्कारी गुण उनके अंदर है जो मैं समझता हूँ कि अनुकरणीय गुण है. और हमें इस बात का स्मरण रखना चाहिए कि वो इस बात को भूले नहीं है कि उनके स्वयं के जीवन को बहुत हद तक सफल बनाने में डॉक्टर मंगला का कितना बड़ा सहयोग था. और जो मंगला की अपनी इच्छा थी, वो जो उसके जीवन काल में भी जिसे पूरा करना चाहती थी, वो शायद उसको पूरा करने की जिम्मेदारी बालाशंकर जी के ऊपर छोड़ गई. परिचय बहुत पुराना था उनसे भी और मंगला से भी. मंगला न केवल बालाशंकर जी के लिए ही महत्वपूर्ण थी, बल्कि उनके जितने भी सहयोगी थे उन सबके लिए भी वो बहुत महत्वपूर्ण थी. और इसलिए जब उन्होंने मुझे इस संस्थान के चीफ पैट्रन के नाते काम करने के लिए सुझाव दिया, तो मैंने उसे सहर्ष स्वीकार कर लिया. मैं ऐसा समझता हूँ कि ये न्यास यह संस्थान जिसका परिचय अभी डॉक्टर बालाशंकर जी ने दिया, वो सही मायने में प्रतिभाओं का चयन करके और विभिन्न क्षेत्रों में उनका योगदान समाज के सामने प्रस्तुत करेगा. मंगला की रुचि पत्रकारिता में थी, तो पत्रकारिता के लिए सम्मान है. लेखन में थी, उसके लिए सम्मान है. समाज सेवा में थी, उसके लिए सम्मान है. संगीत में तो थी ही, लेकिन साथ ही साथ सेवा में भी थी. दिव्यांगों का बहुत बड़ा कार्य करने की उनकी हमेशा इच्छा रही और करती भी रही. കലാ സാംസ്കാരിക സാമൂഹിക രംഗത്ത് നൂതനങ്ങളായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കർമ്മപദ്ധതികൾ ഡോക്ടർ ആർ ബാലശങ്കറിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർ മംഗളം സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ്. बालाशंकर से मेरा परिचय लेट 80s का है. मैं छात्र जीवन में युवा नेतृत्व के दृष्टि से कार्य कर रहा था. विद्यार्थी परिषद के संगठन का काम करता था. और आप जर्नलिज्म में उस समय अपने भविष्य को तलाशते हुए दिल्ली में आए थे, और तब हमारी मुलाकात हुई थी. और आपके माध्यम से मेरी मुलाकात मंगला जी से हुई थी. मैंने उसी समय एक बात भांपी थी, था तो मैं युवा ही, लेकिन मैंने कहा था कि ये आप सिर्फ हस्बैंड वाइफ नहीं हैं, पति पत्नी नहीं हैं, बल्कि आप एक ऐसा परिवार हैं जो दृष्टि और दिशा रखने वाले हैं और दृष्टि और दिशा देने वाले लोग हैं. पढ़े लिखे लोग तो बहुत होते हैं, लेकिन संस्कार मिलना वो परिवार के कारण मिलता है. और उस संस्कार के साथ आप दोनों का मिलन हुआ, और आपके जीवन में आपने उस दृष्टि को संजो करके रखा. I will say it was a very unique blend of giving direction to the society, not living for oneself but for the society. And it was a unique blend between the nature also. And I find today that the task which has been left by Mangla, he is silently pursuing it and giving it a goal. So I must congratulate him. बहुत साइलेंट वर्कर है, और इन्होंने साइलेंटली उस कॉज को पकड़ा है. बहुत सोच समझ करके, अगर अवार्ड्स के दृष्टि से भी देखें तो जर्नलिज्म से लेकर के इनोवेशन से लेकर के साइंस के वर्क के रिपोर्टिंग से लेकर के
मैल प्रैक्टिसेस इन हेल्थ सेक्टर, ये बहुत बड़ा विषय है जिसको उन्होंने उठाया है। और उसी तरीके से समाज जीवन में सामाजिक दृष्टि से काम करने वाले लोग जो, और मैं कई बार ये कहता हूँ कि कोई अवार्ड से ज़्यादा बड़ा सेटिस्फैक्शन इस बात पर होता है कि जिस व्यक्ति ने कार्य किया है उसको अगर सेटिस्फैक्शन मिलता है, दैट इज द ग्रेटेस्ट रिवॉर्ड। और वो रिवॉर्ड आप सब लोग, जोशी जी ने ठीक कहा कि देयर आर विनर्स एंड देयर आर विनेबल्स। मैं विनर्स को बधाई देता हूं और विनेबल्स को के साथ सहानुभूति रखता हूं, क्योंकि उन्होंने भी जब 2000 एंट्रीज हुई हैं और उसमें आपको इट वाज डिफिकल्ट फॉर यू मिस्टर बोस टू फाइंड आउट द विनर्स, I must congratulate and I congratulate the winners, but I also support the winnables who have also done an excellent job. കൂടാതെ ദേശീയ രംഗത്ത് വ്യത്യസ്ത മേഖലകളിൽ സംഭാവന ചെയ്തവർക്ക് പ്രോത്സാഹനം നൽകി വരുന്നു. മാധ്യമപ്രവർത്തനം, സാമൂഹ്യ സേവനം, കലാ സാംസ്കാരികം, ആരോഗ്യം, ശാസ്ത്രം എന്നീ 5 മേഖലകളിൽ സംഭാവന ചെയ്തവർക്കായി ഏർപ്പെടുത്തിയ ദേശീയ പുരസ്കാരം എല്ലാ വർഷവും നൽകുന്നു. ഓരോ വിഭാഗങ്ങളിലും ഓരോ ലക്ഷം രൂപ വീതമാണ് ദേശീയ പുരസ്കാര ജേതാക്കൾക്ക് നൽകുന്നത്. ഈ വർഷത്തെ പുരസ്കാരദാന ചടങ്ങ് നവംബർ 29-ന് ദില്ലിയിൽ നടക്കും. ന്യൂദില്ലി NDMC ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി മുഖ്യ അതിഥിയായിരിക്കും. പ്രത്യേക അതിഥിയായി കേന്ദ്ര ടൂറിസം തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീപദ് നായിക്ക് പങ്കെടുക്കും. മുൻ മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രിയും മംഗളം സ്വാമിനാഥൻ ഫൗണ്ടേഷൻ രക്ഷാധികാരിയുമായ ഡോക്ടർ മുരളി മനോഹർ ജോഷി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മംഗളം സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ചെയർമാനും മാനേജിംഗ് ട്രസ്റ്റിയുമായ ഡോക്ടർ ആർ ബാലശങ്കർ ആമുഖ പ്രസംഗം നടത്തും. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിൽ നിന്ന് വിശിഷ്ട അതിഥികൾ ദേശീയ അവാർഡ് ദാനച്ചടങ്ങിൽ പങ്കെടുക്കാൻ ദില്ലിയിലെത്തുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.